ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ്. അദ്ദേഹം കണ്ട സ്വപ്നം, ആ സ്വപ്നം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. സ്വപ്നവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളൊരു ആമുഖം എന്ന നിലക്ക് ഇന്ന് മനസ്സിലാക്കുന്നത്. ഖുർആനിൽ 7 സ്വപ്നങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സ്വപ്നവുമായി ബന്ധപ്പെട്ട 7 കഥകൾ പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ സൂചനകളുണ്ട്. അതിൽ 4 സൂറത്തു യൂസുഫിലാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയുന്നിടത്താണ് ആ 4 സ്വപ്നങ്ങളുമുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും. ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കണ്ട സ്വപ്നം അതൊരു സന്തോഷം അറിയിക്കുന്ന സ്വപ്നമാണ്. ഇനി പ്രവാചകന്മാർ വരാനില്ല, നബുവത്ത് അവസാനിച്ചു. എന്നാൽ നല്ല സ്വപ്നങ്ങൾ നബുവത്തിൻ്റെ ഒരു അംശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലം യബ്ഖ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്ത്. നബുവത്തിൽ ഇനി അവശേഷിക്കുന്നത് മുബശ്ശിറാത്താണ്. നബുവത്ത് ഇനിയില്ല, മുബശ്ശിറാത്താണ് ഇനിയുള്ളത്. സ്വഹാബികൾ ചോദിച്ചു, അമൽ മുബശ്ശിറാത്ത്, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് മുബശ്ശിറാത്ത്, എന്താണ്? അപ്പം അവർക്ക് ആ മുബശ്ശിറാത്ത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ സ്വഹാബത്ത് സ്വാഭാവികമായി ചോദിച്ചു, നബിയെ മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാൽ അർറുയ അസ്സാദിഖ, അർറുയ അസ്സാലിഹ. അപ്പോൾ സ്വാലിഹായ സ്വപ്നങ്ങൾ, പുലരുന്ന സത്യസന്ധമായ നല്ല സ്വപ്നങ്ങൾ. അപ്പം അത് അള്ളാഹുവിൽ നിന്നാണ്. അത് നബുവത്തിൻ്റെ ഒരു അംശമാണ്. ചില ഹദീസുകളിൽ കാണാം, വഹിയ ജുസുഉം മിൻ അജ്സാഇൻ നുബുവ, നബുവത്തിൻ്റെ ഒരു ജുസ് ആണ്. 45 ഒരു ഭാഗം എന്ന് ചില റിവായത്തുകളിലുണ്ട്, 46 1 എന്ന് ചില റിവായത്തുകളിലുണ്ട്. അപ്പം അത് കാണുന്ന വ്യക്തിക്കനുസരിച്ചുകൊണ്ട് അത് കൂടുതൽ പുലരാൻ, നബുവത്തിൻ്റെ ഒരു അംശമാകാൻ അത് സാധ്യതയുണ്ട്. സ്വപ്നം 3 രൂപത്തിലാണ്, 3 തരത്തിലാണ് സ്വപ്നമുള്ളത്. ഒന്ന് അസ്സാലിഹ, സ്വാലിഹായ നല്ല സ്വപ്നങ്ങളാണ്. അത് അള്ളാഹുവിൽ നിന്നാണ്. ഇപ്പം നല്ല സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിനെ സ്തുതിക്കണം. അതോടൊപ്പം വേണമെങ്കിൽ നല്ല ആളുകളോട്, നമ്മളോട് അസൂയയില്ലാത്ത, എന്തെങ്കിലും ശത്രുതയില്ലാത്ത നല്ല വ്യക്തികളോട് വേണമെങ്കിൽ നല്ല സ്വപ്നങ്ങൾ നമുക്ക് അറിയിക്കാം. മറ്റൊന്ന് നമുക്ക് ദുഃഖങ്ങളുണ്ടാക്കുന്ന, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ്. അത് ശൈത്താനിൽ നിന്നാണ്. ശൈത്താനിൽ നിന്നുള്ള സ്വപ്നങ്ങൾ അത് മറ്റൊരാളോട് നമുക്ക് പറയുന്നത് അനുവദനീയമല്ല. അത് വേറൊരാളോട് ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു, ആകെ പേടിച്ചു എന്ന് ശൈത്താനിൽ നിന്നുള്ള സ്വപ്നങ്ങൾ അത് പറയരുത്. മൂന്നാമത്തത് ഉണർച്ചയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. നമ്മുടെ പകലിൽ ഉണർച്ചയിൽ നമ്മൾ കാണുന്നത് രാത്രി സ്വപ്നമായി കാണും. അപ്പം അങ്ങനെ 3 രൂപത്തിലാണ് സ്വപ്നമുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ആളുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയും അവർ കണ്ട സ്വപ്നത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ സ്വപ്നങ്ങൾക്ക് ചില വ്യാഖ്യാനങ്ങളുണ്ട്. അത് ഫത്വ പോലെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതെല്ലാവരും പറയാൻ പറ്റുന്ന, എല്ലാവർക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഫത്വ എത്ര സൂക്ഷ്മതയോടുകൂടെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എത്ര പേടിയോടുകൂടെയാണ് ഫത്വ ഒരാൾ പറയേണ്ടത്, ഒരു മതവിധി. അതുപോലെ നല്ല ഇൽമുള്ള, ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്ന, ഖുർആനിൽ അറിവുള്ള ഒരാൾക്കാണ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയാൻ കഴിയുക.
അത് മുൻഗാമികൾ പോലും പേടിച്ചിട്ടുള്ള വിഷയമാണ് അത് പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് കണ്ട സ്വപ്നം ചോദിക്കുകയും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഒരിക്കൽ ഉമ്മുൽ ഫളിൽ ലുബാബ, റസൂലുള്ളാഹിയുടെ അമ്മായിയാണ്, അവർ ഒരു സങ്കടമുള്ളൊരു സ്വപ്നം കണ്ടു. ഇപ്പം ചിലപ്പോൾ നമുക്ക് സങ്കടമായി തോന്നുന്ന സ്വപ്നം അത് നമുക്ക് ഖൈറായിരിക്കും, അത് സന്തോഷമായിരിക്കും. ഉമ്മുൽ ഫളിൽ ലുബാബ റളിയല്ലാഹു തആല അൻഹ കണ്ട സ്വപ്നം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ നിന്നൊരു ഒരു ഭാഗം അത് അവരുടെ മടിത്തട്ടിലേക്ക് വീഴുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള ഒരു ഭാഗം അവരുടെ മടിത്തട്ടിലേക്ക് വീഴുന്നു. അവർക്ക് വലിയ പ്രയാസം ഉണ്ടായി. അത് അവർ സങ്കടപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കാര്യം പറഞ്ഞു, ഇതാണ് ഞാൻ കണ്ട സ്വപ്നം. അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു, ഫാത്തിമ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും. ആ കുട്ടിയെ നിങ്ങളുടെ കീഴിലാണ് വളരുക. ആ കുഞ്ഞിനെ, അഥവാ എൻ്റെ മകൾ ഫാത്തിമയുടെ കുട്ടിയെ നിങ്ങൾക്ക് വളർത്താൻ, ലാളിക്കാൻ കഴിയും. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവരെ വളർത്തിയത് ഉമ്മുൽ ഫളിലാണ്. അവർക്ക് പാല് നൽകിയത്, മുലയൂട്ടിയത് ഉമ്മുൽ ഫളിൽ ലുബാബ റളിയല്ലാഹു തആല അൻഹയാണ്. ആ സ്വപ്നം പുലർന്നു. അപ്പോൾ കണ്ടപ്പോൾ ഒരു പേടിയുള്ള സങ്കടമുള്ള സ്വപ്നമായിട്ടാണ് തോന്നിയത്. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനമോ അത് വളരെ സന്തോഷമുള്ള ഒരു അവസ്ഥ ലഭിക്കുന്നതോടുകൂടെ അവർ അനുഗ്രഹീതയായി തീർന്നു. റസൂലുള്ളാഹിയുടെ പേരക്കുട്ടിയെ വളർത്താനുള്ള ഒരു വലിയ അവസരം ലഭിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലുള്ളത് അള്ളാഹുവിൻ്റെ റസൂലും അബൂബക്കർ സിദ്ദീഖുമാണ്. റസൂലുള്ളാഹി വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് വഫാത്തായിട്ടാണ് സ്വപ്നം കാണുന്നത്. ഉമർ റളിയല്ലാഹു തആല വലിയ ആലിമാണ്. അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു, ഇതെൻ്റെ മരണത്തെയാണ് അറിയിക്കുന്നത്, അഥവാ അള്ളാഹിൻ്റെ റസൂലിലേക്ക് ചേരാൻ സമയമായി, അബൂബക്കർ സിദ്ദീഖിലേക്ക് ചേരാൻ സമയമായി. അതുപോലെ ഒരു പക്ഷി, ആ പക്ഷി വന്നുകൊണ്ട് ഉമറിൻ്റെ തലയിൽ 2 കൊത്ത് കൊത്തി. സ്വപ്നത്തിലാണ് ഇത് കാണുന്നത്. അസ്മ ബിൻത് ഉമൈസ്, സ്വഹാബ വനിതകളിൽ സ്വപ്നവ്യാഖ്യാനം അറിയുന്ന, ആ വിഷയത്തിൽ നല്ല അറിവുള്ള മഹദിയാണ്. അവരുടെ അരികിലേക്ക് ചെന്ന ഉമർ ഈ സ്വപ്നം അറിയിച്ചു. ഇതാ ഒരു പക്ഷി വന്ന്, ഒരു കോഴി വന്ന് എൻ്റെ തലയിൽ 2 കൊത്തു കൊത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉമർ, നിങ്ങൾ വസിയത്ത് രേഖപ്പെടുത്തുക. വസിയത്ത് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ സമയമായിട്ടുണ്ട്, എന്തെങ്കിലും വസിയത്തുകളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. ഒരു അനറബിയുടെ കൈകൾ കൊണ്ടായിരിക്കും നിങ്ങൾ മരണപ്പെടുക. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അവർ പറഞ്ഞു കൊടുത്തത്, ഒരു അനറബി ആയിരിക്കും ഉമർ നിങ്ങളെ വധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചില ചരിത്രത്തിലെ ചില സംഭവങ്ങളാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ്, ഒരേ സ്വപ്നം തന്നെ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഒരേ കാര്യം 2 പേര് കണ്ടു, അതിൻ്റെ 2ൻ്റെയും വ്യാഖ്യാനം വ്യത്യസ്തമായിരിക്കും. പണ്ഡിതന്മാരിൽ, താബികളുടെ കൂട്ടത്തിൽ പല പണ്ഡിതന്മാരും മുഹമ്മദ് ബിൻ സീരീൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. 2 ആളുകൾ മുഹമ്മദ് ബിൻ സീരീൻ്റെ അരികിലേക്ക് വന്നു. 2 പേരും ഒരേ സ്വപ്നമാണ് കണ്ടിട്ടുള്ളത്. ഒരാൾ കണ്ട സ്വപ്നം, അയാൾ ബാങ്ക് വിളിക്കുന്നതാണ്. മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞു, നിങ്ങൾ ഈ വർഷം ഹജ്ജിന് പോകും. നിങ്ങൾ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം, നിങ്ങൾ ഈ വർഷം ഹജ്ജിന് പോകും എന്നതാണ് ആ ബാങ്ക് വിളിക്കുക എന്നതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വേറൊരാൾ പറഞ്ഞു, ഞാനും അത് തന്നെയാണ് സ്വപ്നം കണ്ടത്, ഞാനും ബാങ്ക് വിളിക്കുന്നതാണ് സ്വപ്നം കണ്ടത്. മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞു, നിങ്ങൾ മോഷ്ടിക്കുകയും അതിൻ്റെ ശിക്ഷയായിക്കൊണ്ട് നിങ്ങളുടെ കൈ മുറിക്കുകയും ചെയ്യും. ഈ അദ്ദന എന്ന ഈ പ്രയോഗം 2നും, കൈമുറിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടും ഹജ്ജുമായി ബന്ധപ്പെട്ടും ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ നല്ല അറിവുള്ള, ആഴത്തിൽ വിജ്ഞാനമുള്ള ആളുകൾക്കാണ് സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനം പറയാൻ കഴിയുക. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ്, താബിഈ പണ്ഡിതന്മാരിൽ 7 പേരാണ് കർമ്മശാസ്ത്രത്തിലെ അഗ്രഗണ്യന്മാർ. നമ്മൾ പലപ്പോഴും ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അഹ്മദ്, അതൊക്കെ അവരുടെ പേരുകളൊക്കെ പറയും. ഫുഖഹാ ഉസ്സബ്അ, ഫിഖിഹിലെ 7 അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ
അത് താബികളുടെ കൂട്ടത്തിലാണ്. അതിലെ ഒന്നാമനാണ് സഈദ് ഇബ്നുൽ മുസയ്യബ്. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരാൾ വന്നു. അദ്ദേഹം കണ്ട സ്വപ്നം അബ്ദുൽ മലിക് ബിൻ മർവാനെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ആ വന്ന വ്യക്തി പറഞ്ഞു, ഞാൻ കണ്ടത് അബ്ദുൽ മലിക് ബിൻ മർവാനെയാണ്. അബ്ദുൽ മലിക് ബിൻ മർവാനെ നിലത്ത് ഞാൻ കിടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ 4 ആണി ഞാൻ അടിക്കുന്നു. നെഞ്ചിൽ 4 ആണി അടിക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളത്. സഈദ് ഇബ്നുൽ മുസയ്യബ് പറഞ്ഞു, ആ സ്വപ്നം നിങ്ങൾ കാണൂല, നിങ്ങൾ അങ്ങനത്തെ ഒരു സ്വപ്നം കാണൂല. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ തന്നെയാണ് കണ്ടത്. ഇല്ല, ആ സ്വപ്നം നിങ്ങൾ കാണൂല. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, സ്വപ്നം കണ്ടത് അബ്ദുല്ലാഹിബിൻ സുബൈറാണ്. ആ കണ്ട സ്വപ്നത്തെപ്പറ്റി ഒന്ന് ചോദിക്കാൻ എന്നെ പറഞ്ഞയച്ചതാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാനല്ല ആ സ്വപ്നം കണ്ടിട്ടുള്ളത്. അപ്പം സഈദ് ഇബ്നുൽ മുസയ്യബ് പറഞ്ഞു കൊടുത്തു, ആ സ്വപ്നം അബ്ദുല്ലാഹിബിൻ സുബൈറാണ് കണ്ടത് എങ്കിൽ അറിയിച്ചു കൊടുക്കുക, അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ഭരണകാലഘട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ സുബൈർ മരണപ്പെടും, കൊല്ലപ്പെടും. അത് സംഭവിച്ചു. ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കൈകൾ കൊണ്ട് വളരെ പ്രസിദ്ധനായ ഇസ്ലാമിക ചരിത്രത്തിലെ സ്വഹാബി, ഹിജ്റയ്ക്ക് ശേഷം മുഹാജിറുകൾക്ക് ആദ്യം ജനിച്ച ആൺകുട്ടി അബ്ദുല്ലാഹിബിൻ സുബൈർ ഹജ്ജാജിൻ്റെ കൈകൾ കൊണ്ട് അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ഭരണകാലഘട്ടത്തിൽ മരണപ്പെട്ടു. ഈ 4 ആണി അടിച്ചത് എന്താണ്? സഈദ് ഇബ്നുൽ മുസയ്യബ് പഠിപ്പിച്ചു കൊടുത്തു, അബ്ദുൽ മലിക് ബിൻ മർവാന്റെ 4 മക്കളും ഖലീഫമാരാകും. അതിനുശേഷം വരാനിരിക്കുന്ന 4 മക്കളും ഖലീഫമാരാകും എന്ന വിഷയം അറിയിച്ചു കൊടുത്തു. ചരിത്രത്തിൽ അത് അതുപോലെ തന്നെ പുലർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നു ഉമർ, അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു സ്വപ്നം കാണണമെന്നുള്ളത്. ചില ആളുകൾക്ക് സ്വപ്നം വളരെ കുറവാകും. ചില ആളുകൾ എന്നാൽ കിടന്നാൽ ഉടനെ ഒന്ന് കണ്ടടച്ചാൽ അപ്പോൾ സ്വപ്നം കാണുന്നവരുണ്ടാവും. ചിലർ എപ്പോഴെങ്കിലൊക്കെ ഒരു സ്വപ്നം കാണുള്ളൂ. അബ്ദുല്ലാഹിബ്നു ഉമറിന് സ്വപ്നം വളരെ കുറവാണ്. അപ്പോൾ സ്വപ്നം കാണാൻ ആഗ്രഹം. എന്തിനാണ് ആഗ്രഹം? രാവിലെ നബി ചോദിക്കുമല്ലോ, പിന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹിയോട് ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നബി അതിന് ഉത്തരം പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം. അദ്ദേഹം ഹദീസിൽ കാണാം, ഫതമന്നൈതു അൻ അറാ റുഅയ, സ്വപ്നം കാണാൻ ആഗ്രഹിച്ചു. വകുന്തു ഗുലാമൻ ശാബ്ബൻ, ഞാൻ നല്ല യുവാവായിരുന്നു, നല്ല യൗവന പ്രായമാണ്. വകുന്തു അനാമു അല ഫിൽ മസ്ജിദ്, അങ്ങനെ പള്ളിയിൽ ഒരു ദിവസം കിടക്കാണ്. ഫറഅയ്തു ഫിൻ നൗമി, അപ്പോൾ സ്വപ്നം, ആ ഉറക്കിൽ സ്വപ്നം കണ്ടു. കഅന്ന മലക്കൈനി അഖദാനി, 2 മലക്കുകൾ വന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമറിനെ പിടിച്ചു കൊണ്ടുപോവാൻ. ഫദഹബാ ബി ഇലന്നാർ, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? നരകത്തിലേക്കാണ്, തീയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ നരകത്തിൻ്റെ പ്രത്യേകത എന്താണ്? കർണാനി, ആ തീക്കുണ്ടാരത്തിന് 2, നമ്മുടെ കിണറിനുള്ളതുപോലെ പിന്നെ 2 ഭാഗത്തും, പിന്നെ മതിലിൻ്റെ മുകളിലുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അങ്ങനെ 2 കർണുണ്ട്. അങ്ങനെയുള്ളൊരു തീക്കുണ്ടാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം അത് കണ്ട ഉടനെ അബ്ദുല്ലാഹിബ്നു ഉമർ സ്വപ്നത്തിൽ പറഞ്ഞു, അഊദു ബില്ലാഹി മിനന്നാർ, നരകത്തെ തൊട്ട്, ഈ തീയിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് കണ്ടൊരു സ്വപ്നമാണ്, അതും തീയിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ പ്രയാസമായി. നേരെ വന്നു, കാര്യം ഹഫ്സയോട് പറഞ്ഞു. ഹഫ്സ ആരാണ്? സഹോദരിയാണ്, പെങ്ങളാണ്, റസൂലുള്ളാഹിയുടെ ഭാര്യയുമാണ്. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ അബ്ദുല്ലാഹിബ്നു ഉമർ കണ്ട സ്വപ്നം അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞു. ഇങ്ങനൊരു സ്വപ്നം അബ്ദുല്ലാഹിബ്നു ഉമർ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത്, നിഅമർ റജുലു അബ്ദുല്ലാ, അബ്ദുള്ള എത്ര നല്ല വ്യക്തിയാണ്, അബ്ദുല്ലാഹിബ്നു ഉമർ എത്ര നല്ല വ്യക്തിയാണ്. ലൗ കാന യുസല്ലി മിനൽ ലൈൽ, രാത്രി നിസ്കാരം കൂടെ അബ്ദുള്ളക്കുണ്ടായിരുന്നെങ്കിൽ, രാത്രി നിസ്കാരം കൂടെ വേണം, അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അബ്ദുള്ള എത്ര നന്നാകുമായിരുന്നു, എത്ര നല്ല വ്യക്തിയാണ്. ആ രാത്രി നമസ്കാരം കൂടെ അബ്ദുള്ള ശ്രദ്ധിക്കണമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതിന് ശേഷം രാത്രി നമസ്കാരം അബ്ദുല്ലാഹിബ്നു ഉമർ ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വപ്നം അത് സ്വാലിഹായ സ്വപ്നങ്ങളുണ്ട്, ശൈത്താനിൽ നിന്നുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ സംസാരങ്ങളുണ്ട്.
അതിൽ പരിധി വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സ്വപ്നം ദീനിൽ തെളിവല്ല. പ്രവാചകന്മാരുടെ സ്വപ്നം ദീനിൽ തെളിവാണ്. വഹീൻ്റെ ഒരു ഭാഗമാണ് പ്രവാചകന്മാരുടെ സ്വപ്നം. അതല്ലാത്ത ഏത് ഷെയ്ഖ് കണ്ടാലും, ഏത് ഹോജ കണ്ടാലും, ഏത് തങ്ങൾ കണ്ടാലും അത് ദീനിൽ തെളിവല്ല. അത് വെച്ചുകൊണ്ടൊരു അമൽ, അത് വെച്ചുകൊണ്ടൊരു സ്വലാത്ത്, അത് വെച്ചുകൊണ്ടൊരു പുതിയ ദിക്ർ, അത് വെച്ചുകൊണ്ടൊരു പുതിയ ഇബാദത്ത്, അത് ദീനിൽ തെളിവില്ല. മാത്രവുമല്ല, ഇന്ന് സ്വപ്ന വ്യാഖ്യാനം ചൂഷണമാക്കുന്നവരുണ്ട്. ഒരുപാട് യൂട്യൂബിൽ വീഡിയോകൾ കാണാം. പാമ്പിനെ സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ പിന്നെ പക്ഷിയെ സ്വപ്നം കണ്ടാൽ, മരിച്ചവരെ സ്വപ്നം കണ്ടാൽ, സ്വർണം സ്വപ്നം കണ്ടാൽ, ആളെ കൂട്ടാൻ വേണ്ടി, വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വീഡിയോ ചെയ്തിടും. അത് കണ്ട് എന്നിട്ട് അതിൻ്റെ പിന്നാലെ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരേ സ്വപ്നം തന്നെ രണ്ട് വ്യക്തികൾക്കനുസരിച്ച് അതിൻ്റെ വ്യാഖ്യാനം മാറും. ചിലപ്പോൾ നമുക്ക് പ്രയാസമുള്ളതായി തോന്നുന്ന സ്വപ്നം അതിന് വലിയ സന്തോഷ വാർത്തയായിരിക്കും ചിലപ്പോൾ അറിയിക്കാനുണ്ടാവുക. അപ്പം നമ്മളതിൽ അതിര് വിട്ടുപോകുന്ന, അതിൻ്റെ പിറകെ പോയി ആകെ പ്രയാസപ്പെടുന്നൊരവസ്ഥ. എന്നാൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്ന നിഷേധം, ഇത് രണ്ടിലേക്കും പോകുന്നത് ശരിയല്ല. കാണാത്ത സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറയുന്നത് വലിയ പാപമാണ്. സ്വപ്നം കാണാതെ വെറുതെ കഥ പറയാം. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, സ്വപ്നമൊന്നും കണ്ടിട്ടില്ല, എന്നിട്ടും വെറുതെ ഇല്ലാത്ത സ്വപ്നം പറയും, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കും ചില ആളുകളെ പരിഗണന കിട്ടാൻ. അങ്ങനെ കഥകൾ സ്വപ്നത്തിൻ്റെ പേരിൽ കെട്ടിപ്പറയുന്നത് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഫത്വ പോലെ തന്നെ പ്രധാനമാണ് സ്വപ്ന വ്യാഖ്യാനം. അതെല്ലാവർക്കും കയറിയിട്ട് ഇങ്ങനെ തമാശക്ക് പറയാൻ പറ്റിയ സംഗതിയല്ല. അതറിയുന്ന, ആഴത്തിൽ അറിവുള്ള, ഖുർആനിൽ അറിവുള്ള, ആ വ്യക്തിയെക്കുറിച്ച് അറിവുള്ള, അങ്ങനെയുള്ള ആളുകളാണ് മുൻഗാമികളിൽ അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരാണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമ്മൾ വ്യാഖ്യാനിച്ച് വിശദീകരണം പറഞ്ഞ് ഏതെങ്കിലും പുസ്തകം വായിച്ച് ഏതെങ്കിലും വീഡിയോ കണ്ട് സ്വപ്നവ്യാഖ്യാനം പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന രീതി ശരിയല്ല. അപ്പോൾ സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ട ചില അടിസ്ഥാനങ്ങളാണ് സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ സ്വപ്നവും അതിൻ്റെ ശേഷമുള്ള അനന്തര ഫലങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അള്ളാഹു നല്ല രൂപത്തിൽ പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ, നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ.